ഇന്ന് സിനിമയിൽ താരങ്ങൾക്കാണ് പവർ. കാരണം അവരാണ് ഒരു സിനിമ സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ അവരുടെ പേരിലാണ് ഒരു സിനിമ ബിസിനസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ പല സംവിധായകരും താരങ്ങളുടെ വാശികൾക്കോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു താരത്തിൻ്റെയും ഒരു ഇഷ്ടത്തിനും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സംവിധായകൻ മലയാള സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം ചില താരങ്ങളായിട്ടൊക്കെ ഉണ്ടായ ചില പിണക്കങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 70കളിലും 80കളിലൊക്കെ സിനിമയിൽ ടോപ്പായി നിന്ന ഒരു സംവിധായകനായിരുന്നു IV ശശി. നമുക്കറിയാം, മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. MG സോമൻ 73 ഗായത്രി എന്ന് പറയുന്ന സിനിമയിലൂടെ വരുന്നു. പിന്നീട് IV ശശിയുടെ സിനിമകളിലൂടെയാണ് അദ്ദേഹം ഒരു നായകനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഇതാ ഇവിടെ വരെ. നമുക്കറിയാം, മധുവും സോമനും ജയഭാരതിയും എല്ലാവരും ഉണ്ട് ആ സിനിമയിൽ. ആ ഒരു സിനിമയിൽ ഒരു തോണിക്കാരൻ്റെ ഒരു വേഷത്തിലൊക്കെ ചെറിയൊരു വേഷത്തിലാണ് ജയൻ അഭിനയിക്കുന്നത്. പിന്നീട് ജയൻ സ്റ്റാറായി മാറി. അപ്പോൾ സോമൻ തന്നെയായിരുന്നു അന്ന് ഒരു താരം. ആ ഒരു സമയത്ത് ഏകദേശം ഒരു 78-79 കാലത്ത് അനുഭവങ്ങളെ നന്ദി എന്ന് പറയുന്ന ഒരു സിനിമ IV ശശി സംവിധാനം ചെയ്യുന്നു. അതിൽ ഈ മധുവും സോമനും ജയഭാരതി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയിൽ. അപ്പോൾ നിലമ്പൂരായിരുന്നു ആ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ നമ്മുടെ കലൂർ ഡെന്നീസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതോ സ്ക്രിപ്റ്റാണോ അദ്ദേഹത്തിൻ്റെ കഥയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടക്ക സമയമാണ്. കലൂർ ഡെന്നീസ് ഒരു പത്രപ്രവർത്തകനായിരുന്നു, അദ്ദേഹം ഒരു ഫിലിം ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തുടക്ക സമയമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിലമ്പൂർ ഇവരെല്ലാവരും താമസിക്കുമ്പോൾ അന്ന് മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് മമ്മൂട്ടി എന്ന ചാൻസ് ചോദിച്ചിട്ട് IV ശശിയുടെ അടുത്തൊക്കെ വന്നു. മമ്മൂട്ടി അന്ന് ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന ചാൻസ് ചോദിച്ചിട്ടൊക്കെ IV ശശിയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ ഒരു ഷൂട്ട് ഓൾമോസ്റ്റ് കരിയറായ ഒരു ഘട്ടത്തിൽ MG സോമൻ്റെ ചില സുഹൃത്തുക്കൾ അന്ന് ലൊക്കേഷനിൽ വരുന്നതും, അപ്പോൾ MG സോമൻ്റെ ചില പോലീസ് സുഹൃത്തുക്കളാണെന്നാണ് അതിൽ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോലീസ് സുഹൃത്തുക്കൾ വരുന്നതും, അപ്പോൾ MG സോമൻ ഇവരുടെ കൂടെ പോകണം. അപ്പോൾ MG സോമൻ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞു, എനിക്ക് വയ്യ, നല്ല പനിയും ജലദോഷമൊക്കെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞു, IV ശശി പറഞ്ഞു 2 മണിക്കൂർ കൂടി വെയിറ്റ് നമുക്ക് ഈ ഷോട്ട് എടുത്തൊക്കെ തീർക്കാം. പക്ഷേ MG സോമൻ അന്ന് നിന്നില്ല. അദ്ദേഹം അന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ അങ്ങനെ ആ പടം വന്ന് ഷെഡ്യൂളായിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, കുറച്ച് ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് മദ്രാസിൽ അവിടെ സെറ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും അവർക്ക് ആ ഒരു സീനൊക്കെ, അത് ഒരു സിനിമ തീർക്കാൻ വീണ്ടും വന്നു. അത് MG സോമൻ അന്ന് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തീർക്കാമായിരുന്നു. അങ്ങനെ വീണ്ടും ഷെഡ്യൂളായിട്ട് വീണ്ടും തുടങ്ങി. അപ്പോഴും എന്തൊക്കെയോ IV ശശിയും MG സോമനായിട്ടൊക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ സംഭവിച്ച, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ ആ ഒരു സിനിമയോട് കൂടി MG സോമനെ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് IV ശശി തീരുമാനിച്ചു. അങ്ങനെ പിന്നീട് തുടങ്ങിയ ചില സിനിമകളിലൊക്കെ MG സോമനെ മാറ്റി പകരം വേറെ നടന്മാരെ അഭിനയിപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് അങ്ങാടി. നമുക്കറിയാം, ജയൻ എന്ന് പറയുന്ന നടനെ ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ അങ്ങാടിയാണ്. അങ്ങാടി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശരിക്കും ആ ഒരു തൊഴിലാളിയായിട്ട്, ആ ഒരു ഇംഗ്ലീഷ് ഡയലോഗൊക്കെ പറയുന്ന തൊഴിലാളിയായിട്ട് ആദ്യം സോമനായിരുന്നു. പക്ഷേ സോമനായിട്ടുള്ളൊരു പിണക്കം കാരണം പകരം ജയൻ അഭിനയിപ്പിച്ചു. ആ സിനിമയിൽ നമുക്കറിയാം ജയനാണ് ഹീറോ. കൂടെ അതിൽ രവികുമാറും അതുപോലെ തന്നെ സുകുമാരനും ഒക്കെ ഒരുപാട് പേര് ആ സിനിമയിലുണ്ട്. പക്ഷേ അതിൽ ഇവരെക്കാട്ടൊക്കെ ഈ പറഞ്ഞ സോമനും സുകുമാരനെക്കാട്ടും ഒക്കെ ജൂനിയർ ആയിരുന്ന ജയനെ IV ശശി വളർത്തിക്കൊണ്ടുവന്ന് ജയനെ ഒരു ഹീറോ ആക്കി അങ്ങാടിയിൽ കാസ്റ്റ് ചെയ്തു. അങ്ങാടി എന്നൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സോമനായിട്ടുള്ള ഒരു പിണക്കം കുറേ കാലം, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 84-85 ഒക്കെ ആയപ്പോഴാണ് പിന്നീട് സോമൻ IV ശശിയുടെ സിനിമയിൽ വീണ്ടും അഭിനയിച്ചത്. അപ്പോഴേക്കൊക്കെ ഇവരുടെ പിണക്കങ്ങളൊക്കെ എന്താ പറയുക, പിണക്കങ്ങളൊക്കെ മാറിയെന്ന് തന്നെ പറയാം. ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ കൂടി മാറ്റിയതായിരിക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു നടൻ, അത് നമ്മുടെ രവികുമാറാണ്. രവികുമാർ എന്ന് പറഞ്ഞാൽ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം താരമൂല്യമുള്ള ഒരു നടനായിട്ട് വളരുന്നത്. അതും IV ശശിയുടെ സിനിമയാണ്. ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം രവികുമാറിന് അതേപോലത്തെ കുറേ സിനിമകൾ അഭിനയിച്ച് രവികുമാർ ഹീറോ ആയിട്ടും കുറേ IV ശശിയുടെയും അല്ലാത്തവരുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ച് കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് മീൻ എന്ന് പറയുന്ന ഒരു സിനിമ. അത് അങ്ങാടിക്ക് ശേഷം, അങ്ങാടി 1980 വിഷുവിനാണ് റിലീസ് ചെയ്യുന്നത്. 80 ഓണത്തിന് റിലീസായ സിനിമയാണ് മീൻ. നമുക്കറിയാം, മീൻ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും അതൊരു തൃശ്ശൂൽ എന്ന് പറയുന്ന ഒരു സിനിമ ഹിന്ദിയിലുണ്ടായിരുന്നു. തൃശ്ശൂലിൻ്റെയൊക്കെ ഒരു റീമേക്കാണോ അതോ റീമേക്ക് തന്നെയാണോ തോന്നുന്നത്. തൃശ്ശൂലാണ് ആദ്യം റിലീസായത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. അതിൽ മധുവും ജയനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, അച്ഛനും മകനുമാണ്. അതായത് അതിൻ്റെ ചിലപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. അതിലൊരു മധു ഒരു മത്സ്യത്തൊഴിലാളിയാണ്. മധുവിന് ഒരു ശ്രീവിദ്യയിലൊരു കുട്ടി ഉണ്ടാവുന്നു. പക്ഷെ മധു അത് അറിയുന്നില്ല. പിന്നീട് ആ കുട്ടി അച്ഛനില്ലാതെ വളരുന്നു. പിന്നീട് വേറൊരു വിവാഹം കഴിച്ച് അതിലൊരു പെൺകുട്ടി ജനിക്കുന്നു. മധു വലിയൊരു മുതലാളിയായി മാറുന്നു. പിന്നീട് ഈ മകൻ അച്ഛനോടുള്ള ഒരു വാശിയിൽ അച്ഛനെ തേടി വന്ന് അച്ഛനെ എതിർത്ത് നിന്ന് അച്ഛനെക്കാട്ടും വലിയൊരു ബിസിനസ്സുകാരനാവാൻ വേണ്ടി ഒരു അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണത്. ശരിക്കും നല്ലൊരു മാസ് മസാല സിനിമ തന്നെയാണത്. ഇത് പിന്നീട്
തമിഴിലൊക്കെ കമലഹാസൻ ചെയ്തിട്ടുണ്ട്. അതിൽ കമലഹാസൻ തന്നെയാണ് അതിൽ ഡബിൾ റോൾ ചെയ്തത്, അച്ഛനും മകനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ആ സിനിമ കാണാത്തൊരു സിനിമയൊന്ന് കാണാം. അപ്പോൾ പറഞ്ഞു വന്ന അതിൽ ഒരുവിധ എല്ലാ താരങ്ങളുണ്ട്. മധുവും ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ജയനുമാണ് പ്രധാനപ്പെട്ട റോള്. പിന്നെ അംബികയും ശ്രീവിദ്യയും ഒരുപാട് പേരുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തതാണ് ജോസ്. നമുക്കറിയാം അതിൽ ഉല്ലാസപുത്രികൾ എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ആ പാട്ട് സീനിൽ അഭിനയിച്ചത് ജോസാണ്. അപ്പോൾ അന്ന് ഈ രവികുമാറിനെ മറ്റൊരു റോളിലേക്ക്, വേറൊരു വേഷത്തിലേക്ക് ഈ ശശി കാസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ രവികുമാറിന് ജോസ് ചെയ്ത ആ വേഷമാണ്, കാരണം അതിലാണ് കുറച്ചും കൂടി റൊമാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു വേഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ശശി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രവികുമാറിന് എന്തോ മറ്റേ വേഷം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ശശി രവികുമാറിനെ കട്ട് ചെയ്തു. പകരം ജോണി, കുണ്ട്ര ജോണി എന്ന് പറയുന്ന നടനാണ് ആ ഒരു വേഷം ചെയ്തത്. ഈ ജോണി ഈ അടുത്ത് മരിച്ചുപോയി. അപ്പോൾ ജോണി തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്, എനിക്കൊരു വേഷം കിട്ടാൻ കാരണം ആദ്യം രവികുമാറായിരുന്നു, അദ്ദേഹം മാറിയപ്പോഴാണ് എനിക്ക് ആ റോള് കിട്ടിയിരുന്നത്. അപ്പോൾ ശശി എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ഈ 2 ഇൻസിഡൻസ് നമ്മൾ ഓർക്കണം. രണ്ടും താരമൂല്യമുള്ള 2 നായകന്മാരെ അവരുടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പിടിവാശികൾ കാരണം ഒന്നും നോക്കാതെ കട്ട് ചെയ്ത് വേറെ ആളുകളെ തനിക്ക് ഇഷ്ടമുള്ള താൻ പറഞ്ഞനുസരിക്കുന്ന 2 പേരെ കാസ്റ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ശശി. ഇതുപോലെ വേറെ നടന്മാരുണ്ട്. നമുക്കറിയാം വിനയൻ എന്ന് പറഞ്ഞ നടനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പണ്ട് ദിലീപിനായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന് പേര് ദിലീപിനെ മാറ്റി ജയസൂര്യനെ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വിനയൻ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായാലും ശശി വിട പറഞ്ഞിട്ട് ഒരുപാട് വർഷമായി, എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം രാവണപ്രഭു റിലീസ് ചെയ്ത് ട്രെൻഡായി നിൽക്കണം. രാവണപ്രഭുവിൻ്റെ തുടക്കം ദേവാസുരം, ശശിയുടെ മികച്ച ഒരു 5 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ദേവാസുരം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പം ഞാനീ പറഞ്ഞ അങ്ങാടിയായാലും മീനായാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും മീൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാൻ, കാരണം അതിൽ ഒരുപാട് താരങ്ങളുണ്ട്. ഇന്നും നമുക്ക് ഇന്നത്തെ ടെക്നോളജിയിൽ വേറെ കുറച്ച് രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആ ഒരു സിനിമ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതേപോലത്തെ സബ്ജക്റ്റാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് കമൻറ്റ് ചെയ്യുക.